സുസ്വാഗതം. ഏവർക്കും നമസ്കാരം. ഗോപി വസന്തം. ഗോപി വസന്തം എന്നത് ഒരു അസാധാരണ അധ്യാപകന്റെ നിലനിൽക്കുന്ന പാരമ്പര്യത്തിന്റെ സാക്ഷ്യമാകാൻ അദ്ദേഹം ഒരു തലമുറ നർത്തകരെ പ്രചോദിപ്പിക്കുകയും വാർത്തെടുക്കുകയും ചെയ്തതിന്റെ ഉദാഹരണമാണ്. 2019 ആരംഭിച്ച ശേഷം ഗോപി വസന്തം അതിവേഗം വളർന്നു. ഇന്ന് തങ്ങളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിലും നൃത്തത്തോടുള്ള ഇഷ്ടം യുവതലമുറകളിൽ വളർത്തുന്നതിലും അവിശ്വസനീയമായ 7 വർഷങ്ങൾ ആഘോഷിക്കുന്നു. ഗോപി മാഷ് തന്റെ വിദ്യാർത്ഥികളിൽ ചിലത്തിയ ആഴത്തിലുള്ള സ്വാധീനമാണ് ഈ യാത്രയെ ശ്രദ്ധേയമാക്കുന്നത്. നൃത്തസന്ധ്യ. ഗോപി മാഷിന്റെ നൃത്തത്തിന്റെ മാതൃക ആഘോഷിക്കുന്ന ഈ സന്ധ്യയിൽ പാരമ്പര്യത്തിനും പുതുമയ്ക്കും ഇടയിലുള്ള വിടവ് കുറയ്ക്കുകയും വസന്തത്തിന്റെ താളങ്ങൾ ആസ്വദിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നു ഗോപി വസന്തം 2025. മാഷിനെ പുതിയ തലമുറയ്ക്കായി ഒന്ന് പരിചയപ്പെടുത്തട്ടെ. 1943 കുമാരനെല്ലൂരിൽ ജനിച്ചു. കേരള കലാമണ്ഡലത്തിൽ കഥകളി അഭ്യസിച്ചു. കഥകളി വേഷക്കാരനായി അറിയപ്പെട്ടിരുന്ന കാലത്ത് തന്നെ അഹമ്മദാബാദിൽ മൃണാളിനി സാരാഭായി നടത്തിയിരുന്ന ദർപ്പണയിൽ അധ്യാപകനായി നിയമിക്കപ്പെട്ടു. തിരിച്ചു നാട്ടിലെത്തിയ അദ്ദേഹം അടയാർ രാമറാവുവിൽ നിന്ന് ഭരതനാട്യത്തിന്റെയും കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയിൽ നിന്ന് മോഹിനിയാട്ടത്തിന്റെയും പാഠങ്ങൾ കരസ്ഥമാക്കി. പിന്നീട് കഥകളിയുടെ ചുവടുവിടാതെ മറ്റ് നൃത്തശാഖകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നൃത്തശില്പങ്ങൾ ചിട്ടപ്പെടുത്തിയെടുക്കുന്നതിനായി ശ്രദ്ധ. കേരളത്തിലെ നാടൻ നൃത്തത്തിന് പുതിയൊരു മാനം സൃഷ്ടിക്കുന്നതിൽ ഗോപി മാഷിന്റെ പങ്ക് സുപരിചിതമാണ്. യുവജനോത്സവ വേദികളിൽ പുതുമയുള്ള നൃത്തരൂപങ്ങൾ സ്വന്തമായി കവിത എഴുതി ചിട്ടപ്പെടുത്തുന്നതിനായി ശ്രദ്ധ. കേരളക്കരയാകെ ഗോപി മാഷിന്റെ നൃത്തരൂപങ്ങൾ ഇരുകൈ നീട്ടിയും സ്വീകരിച്ചു. അതിലൂടെ കേരളത്തിലുടനീളം പ്രഗത്ഭരായ ശിഷ്യസമ്പത്ത് മാഷിനുണ്ടായി. മാഷിനെ തേടി നിരവധി പുരസ്കാരങ്ങൾ എത്തുകയും ഉണ്ടായി. എറണാകുളത്ത് ചിലവന്നൂരിൽ ഹരകൃപ എന്ന നൃത്ത വിദ്യാലയം ആരംഭിക്കുകയും ചെയ്തു. വളരെ നന്നായി തന്നെ ഗോപി മാഷിന്റെ ശിഷ്യർ അത് നടത്തിവരുന്നു. ഈ ശുഭകരമായ സന്ധിയിലേക്ക് നീങ്ങുമ്പോൾ ഇരുട്ടിനെ അകറ്റി അറിവിന്റെ പ്രകാശം പരത്തുകയും ചെയ്യുന്നതിന്റെ പ്രതീകമായി വിളക്ക് തെളിക്കുവാൻ വിശിഷ്ടാതിഥികളെ ക്ഷണിക്കുന്നു. ശ്രീ കലാമണ്ഡലം പ്രഭാകരൻ മാഷിനെയും പ്രിയ ശിഷ്യയും മരുമകളുമായ ഉഷാനന്ദിനി ടീച്ചർ, പുത്രൻ പ്രമോദ്, നൃത്താസ്വാദക സദസ്സിന്റെ പ്രസിഡന്റ് ഷീല സുരേഷ്.
എല്ലാവർക്കും നമസ്കാരം. ഒരു പക്ഷേ ഇന്നലെ ഇവിടെ നടന്ന ഗോപി വസന്തത്തിൻ്റെ ഫസ്റ്റ് ഇന്നത്തെ നടന്ന ഫോക്ക് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത ഒട്ടേറെ പേർ ഇവിടെ ഉണ്ടായിട്ടുണ്ടാകും എന്ന് എനിക്കറിയാം. അവരൊക്കെ എന്നെ കാണുകയും ഞാൻ ഇന്നലെ വേദിയിൽ വെച്ച് ചെയ്തതും കണ്ടിട്ടുണ്ടാകും. എനിക്ക് ഇന്നലെ ഒരു വാക്കുകൾ ഗോപിയേട്ടനെ കൂടി പറയാൻ പറ്റാത്തൊരവസ്ഥയായി ഞാൻ പെട്ടെന്ന് പിൻവാങ്ങുകയാണ് ഉണ്ടായത്. 4 വർഷക്കാലം ഞാൻ അവിടെ ഓട്ടംതുള്ളലായിരുന്നു പഠിച്ചിരുന്നു. 4 വർഷക്കാലം ഞങ്ങൾ ഒന്നിച്ച് കലാമണ്ഡല ജീവിതം എന്ന് പറഞ്ഞ ഒരൊറ്റൊരു ഹോളിനകത്താണ് 10-30 കലാകാരന്മാർ കുട്ടികൾ താമസിക്കുന്നത്. സ്വന്തമായ റൂമോ സ്വന്തമായ കിടക്കയോ വിരിയോ ഒന്നും വെക്കാൻ സൗകര്യമില്ലാത്ത അവിടെ ഞങ്ങൾ ഒരമ്മ പെറ്റ മക്കളെ പോലെ കഴിയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ബന്ധം ഇപ്പോഴും ഞങ്ങൾ ഗോപിയേട്ടൻ്റെ കൂടെ ഗോപിയേട്ടൻ ഇവിടുത്തെ യാത്രയാകുന്നത് വരെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ എൻ്റെ മകളെ പഠിപ്പിക്കുവാനും ഗോപിയേട്ടൻ ഉണ്ടായതുകൊണ്ട് കണ്ടിന്യൂ ആയിട്ട് ഞങ്ങൾ ഉണ്ടായിരുന്നു. ആ ഗോപിയേട്ടനെ കുറിച്ച് ഈ ചങ്ങമ്പുഴ പാർക്കിൽ പറയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും നാടോടി നൃത്തം എന്ന ഒരു നൃത്ത സമ്പ്രദായം ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് ഇതിലും നൃത്തഭാഗമുണ്ട്, കഥയുണ്ട്, അഭിനയമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയത് ഗോപിയേട്ടൻ്റെ ഒരൊറ്റ ശ്രമമാണ്. അതുകൊണ്ട് തന്നെ കേരളം മുതൽ തെക്ക് മുതൽ വടക്ക് വരെയുള്ള സംസ്ഥാന സ്കൂൾ യുവനോത്സവം നടക്കുന്ന എല്ലാ പരിപാടികളും ഗോപിയേട്ടൻ്റെ പാട്ടാണ് പാടിയിരുന്നത്. എല്ലാം ഗോപിയേട്ടൻ കമ്പോസ് ചെയ്തത്, വീഡിയോ എടുത്തും അല്ലാതെയും ആക്കിയത്. അത് തന്നെയായിട്ട് ഗോപിയേട്ടൻ ഏറ്റവും വലിയ വിജയം. കഥകളിക്കാരനായിരുന്നു, എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും കൂട്ടത്തിൽ ഒന്നുകൂടി ഞാനും ഗോപിയേട്ടനൊന്നും ഒന്നിച്ച് കലാമണ്ഡലത്തിൽ ഒരു നാടകത്തിൽ തറവാട്ടമ്മ എന്ന നാടകത്തിൽ ഞാൻ മരുമകളായിട്ടും എൻ്റെ അമ്മായി അമ്മയായിട്ട് ഗോപിയേട്ടൻ അഭിനയിച്ചിരുന്നു. 1962 കാലത്താണ് അത് നടന്നത്. അതിവിടെ കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി വളരെ ഭംഗിയാവട്ടെ. മഴ എന്തായാലും നമുക്കൊരു വിഷയമല്ല. മഴ നമുക്ക് ആവശ്യപ്പെട്ടിട്ടാണല്ലോ. എനിക്ക് ശേഷം വേറെ ആൾക്കാരുണ്ട്. ഒന്നുകൂടി പറയാനുണ്ട്, ഞാനിതിൽ ഒരു വേഷം ചെയ്യുന്നുണ്ട്. ഈ നൃത്തക്കാരുടെ കൂടെ തന്നെ ഒരു വേഷം എനിക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് അത് കണ്ടിട്ട് മാത്രമേ എല്ലാവരും പോകാൻ പാടുള്ളൂ എന്ന റിക്വസ്റ്റോടെ ഞാൻ വിടവാങ്ങുന്നു. ഇതിൻ്റെ മരുമകളാണ്, മകൻ്റെ ഭാര്യയാണ് പൂജ നായർ. ഗോപിമാഷിന്റെ പ്രിയ ശിക്ഷയും മരുമകളുമായ ഉഷാനന്ദിനി ടീച്ചറെ സംസാരിക്കുവാനും ക്ഷണിക്കുന്നു. അമ്മാവൻ്റെ ശിഷ്യയായി കലാമണ്ഡലത്തിൽ എന്നെ ചേർക്കുകയും അതുപോലെ തന്നെ എൻ്റെ പേര് ഉഷാനന്ദിനി എന്ന് ഇട്ടത് അമ്മാവനാണ്. അതുപോലെ ചോറൂണ് എനിക്ക് ചോറ് തന്നത് ആദ്യമായി അമ്മാവനാണ്. എൻ്റെ ഈ കലാജീവിതത്തിൽ ഞാൻ ഇന്നിപ്പം ഈ ഒരു ഇതിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സ്ഥാനം അമ്മാവനാണ്. ഇന്നിവിടെ എന്നെപ്പോലെ തന്നെ ശിഷ്യകളായി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും എല്ലാ വർഷവും ഇതേപോലെ ഈ ഗോപി വസന്തം ചങ്ങമ്പുഴ ഈ സാംസ്കാരിക വേദിയിൽ നടത്താനും ഈ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും സാധിക്കുന്നു എന്നതിലും അമ്മാവൻ അത്രയും ഒരു പ്രശസ്തനായ ഒരു ഡാൻസറും അതുപോലെ തന്നെ അത്രയും അഭിനയ മികവ് ഏതെല്ലാം തുറകളിൽ മുന്നിട്ട് നിൽക്കാം അത്രത്തോളം എത്തിയതിന് ശേഷമാണ് അമ്മാവൻ ഈ ഒരു കലാജീവിതത്തിൽ നിന്ന് വിട വാങ്ങിയത്. ഇന്ന് ഇതേപോലെ തന്നെ എല്ലാ വർഷവും ജൂലൈ മാസത്തിൽ ഇവിടെ ഇങ്ങനെ നടത്തുവാൻ സാംസ്കാരിക വേദിയും അതേപോലെ തന്നെ എല്ലാ ശിഷ്യർക്കും സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഗോപി വസന്തത്തിന് ആശംസകൾ അർപ്പിക്കുവാൻ മാഷിന്റെ പുത്രനായ പ്രമോദിനെ ക്ഷണിക്കുന്നു. മാന്യ സദസ്സിന് നമസ്കാരം. 2019 ഏതാനും ചിലർ ശിഷ്യർ ചേർന്ന് ഈ ഗോപി വസന്തൻ എന്നുള്ള ഈ പരിപാടി രൂപം കൊടുത്തു. ഇന്ന് അച്ഛൻ്റെ എല്ലാ സാന്നിധ്യത്തിലാണ് ഇതിവിടെ തുടങ്ങിയത്. അത് സി പി ഉണ്ണികൃഷ്ണൻ മാഷിൻ്റെയും പ്രഭാകരൻ മാഷിൻ്റെയും ഒക്കെ ഗൈഡൻസോട് കൂടി തന്നെയാണ് തുടങ്ങിയത്.
അവിടെ നിന്ന് കോവിഡിൻ്റെ 2 വർഷക്കാലം ഓൺലൈനായിട്ടാണെങ്കിലും അതിനുശേഷം വളരെ ഭംഗിയായും ഇപ്പം തന്നെ ഈ വർഷം നമുക്ക് 2 ദിവസങ്ങളായിട്ടാണ് ഈ പരിപാടി ഇവിടെ നടന്നത്. ഇപ്പം ഇതിനു വേണ്ടി പറഞ്ഞ മറ്റ് പല ജോലികളിലും തിരക്കിലുള്ള അച്ഛൻ്റെ ശിഷ്യ മറ്റ് പല ഭാഗത്തുള്ളവരും ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവരെല്ലാം തന്നെ ഈ സമയത്ത് ഒത്തുകൂടുകയും ഇതിനുവേണ്ടി ഇങ്ങനെ ഈ ഒരു പ്രോഗ്രാം തങ്ങളുടെ മാഷിന് വേണ്ടിയും ഗുരുദക്ഷിണ എന്ന രീതിയിൽ നടത്തുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഏതൊരു അധ്യാപകനും ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഒരു ദക്ഷിണ തന്നെയാണ്. അത്തരത്തിൽ ആ പറഞ്ഞ കുട്ടികളുമായിട്ട് അത്ര നല്ലൊരു സ്നേഹബന്ധം അച്ഛൻ പുലർത്തിയിരുന്നെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗം. കാരണം ശരിക്കൊരു കുടുംബാംഗങ്ങളെ പോലെയാണ് അച്ഛൻ ശിഷ്യരെ കണ്ടിരുന്നത്. പഠിപ്പിക്കുന്ന സമയത്ത് വളരെ കർക്കശക്കാരനാണ്, അതെല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്, ചില ദേഷ്യത്തെ കുറിച്ച്. പക്ഷെ അത് കഴിഞ്ഞാൽ അവരെ സ്നേഹം കൊണ്ട് വീർപ്പൊട്ടിക്കുന്ന മറ്റൊരു ഉപവചനം. വീട്ടിൽ ഇവരെല്ലാവരും തന്നെ പലപ്പോഴും പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഡാൻസ് സെറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് 2-3 ദിവസങ്ങളിലൊക്കെ വീട്ടിൽ താമസിച്ച് പഠിക്കുക. അതോടൊപ്പം കമലാൻ്റെയുടെ ഭക്ഷണമൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഒരു ഗുരുകുല സമ്പ്രദായത്തിൻ്റെ മാതൃക പിന്തുടരുന്ന രീതിയിലും കൂടി ആയിരുന്നു അത്. അതിൻ്റെ എല്ലാം ആകത്തുകയാണ് ഈ ഇത്രയും ഊഷ്മളമായിട്ടുള്ള ഒരു ബന്ധമുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊരു പരിപാടി നടത്താനായിട്ട് മുൻകൈ എടുക്കുകയും ഇത് നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന ഈ പറഞ്ഞ എല്ലാ ശിഷ്യരോടും തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിലുള്ള എല്ലാ സ്നേഹവും നന്ദിയും ഞാൻ ഈ സമയത്തോട് അറിയിക്കുകയാണ്. തുടർന്നും ഇത് വളരെ മികച്ച രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. ആശംസകൾ അർപ്പിക്കുവാനായി ചങ്ങമ്പുഴ നൃത്താസ്വാദക സദസ്സിന്റെ സെക്രട്ടറിയായ രാജീവ് വിക്രമനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രഗത്ഭനായ കഥകളി ആചാര്യനും നൃത്താധ്യാപകനുമായ കലാമണ്ഡലം ഗോപി മാഷിൻ്റെ ശിഷ്യഗണങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു നൃത്ത സമർപ്പണമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഗോപി വസന്തം 2025. കഴിഞ്ഞ 2019 ആരംഭിച്ചുവെങ്കിലും 2023 തൊട്ടാണ് നൃത്താസ്വാദക സദസ്സിൻ്റെ സഹകരണത്തോടുകൂടി തുടങ്ങിയത്. കഴിഞ്ഞ വർഷം പാർക്കിൻ്റെ നവീകരണ പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് നമുക്കിവിടെ നടത്താൻ സാധിച്ചില്ല. എന്തായാലും ഇത്രയും നല്ല രീതിയിൽ 2025 നടത്താൻ സാധിച്ചതിന് ജഗദീശ്വരന് നന്ദി പറയുന്നു. ദൂരെ നിന്ന് ലോകത്തിലെ എല്ലായിടത്തു നിന്നും ഈ ശിഷ്യഗണങ്ങൾ എത്തിച്ചേർന്ന് സാറിൻ്റെ മാഷിൻ്റെ നടത്തുന്നത് അതൊരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇനിയും ഇവർക്ക് എല്ലാ വർഷങ്ങളിലും ജൂലൈ 4th ഫ്രൈഡേയാണ് ഞങ്ങൾ ഇവിടെ അവസരം കൊടുത്തിരിക്കുന്നത്. അവർക്ക് ഇനിയും മുന്നോട്ട് ഇതുപോലെ ഇതിലും ഗംഭീരമായി നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നിവിടെ നൃത്തം അവതരിപ്പിക്കുന്ന എല്ലാവർക്കും തന്നെ നൃത്താസ്വാദകരുടെ പേരിൽ ആശംസ അറിയിക്കുന്നു. നന്ദി. ഗോപി മാഷിന്റെ സീനിയർ വിദ്യാർത്ഥിയായിരുന്നു അലക്സ് കല്ലാനി. നല്ലൊരു നർത്തകനും അതിലുപരി നൃത്താധ്യാപകനുമായിരുന്നു. ഗോപി മാഷിന്റെ ഹരകൃപ വിദ്യാലയത്തിൽ പഠിപ്പിച്ചിരുന്നു. കൂടാതെ നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റും ആയിരുന്നു. കോലഞ്ചേരി കടയിൽ സെൻറ് പീറ്റേഴ്സ് സ്കൂളിൽ നൃത്താധ്യാപകനായി 15 വർഷത്തോളം ജോലി ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ഗോപി വസന്തം പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും എല്ലാവിധ സഹായവും ചെയ്തു തന്നിരുന്നു. ആഗസ്റ്റ് വ്യക്തമായി ഒരാഴ്ചയ്ക്ക് ശേഷം മരണമടയുകയാണ് ഉണ്ടായത്. അലക്സ് മാഷിന്റെ സ്നേഹം പതിയാത്ത ഒരംഗം പോലും ഹരകൃപയിൽ ഇല്ല. അദ്ദേഹത്തിന്റെ വിയോഗം ഗോപി വസന്തം കുടുംബത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും തീരാനിഷ്ടം തന്നെയാണ്. ആ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അലക്സാറിന്റെ ആത്മശാന്തിക്ക് വേണ്ടി എല്ലാവരും ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കുക. പരിപാടിക്ക് പിന്നിലായി പ്രവർത്തിക്കുന്ന വിലയൊന്ന് പരിചയപ്പെടുത്തട്ടെ. വായ്പാട്ട് ഭാഗ്യലക്ഷ്മി ഗുരുവായൂർ, മൃദംഗം ശ്രീ RLV സന്തോഷ്, വയലിൻ ശ്രീ ബാബുരാജ് പെരുമ്പാവൂർ, ചെണ്ട അയ്യപ്പഞ്ചേരി മാധവ്, ഇടയ്ക്ക പുന്നശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി.